ഹായ് ഹലോ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നേക്കുന്നത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ്. ഒരു റെഡ് വെൽവെറ്റ് കേക്കാണ് ഞാനിന്ന് ഇവിടെ കാണിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ച് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. ഇത് 1 കിലോ വെയിറ്റ് വരുന്ന കേക്കാണ്. അതിനകത്തേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ലൈറ്റ് കൊക്കോ പൗഡർ, ഒരു 1/8 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടത്. നമ്മൾ ബേക്കിംഗ് സോഡ ഇതിനകത്ത് യൂസ് ചെയ്യണില്ല. അത് നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അരിക്കുക. ഒരു കുറഞ്ഞതൊരു 3 പ്രാവശ്യമെങ്കിലും അരിക്കണം. അല്ലെങ്കിൽ ഒരു 2 പ്രാവശ്യം അരിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ അരിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അരിച്ചില്ലെങ്കിൽ കേക്ക് ഹാർഡായി പോവും. അതേപോലെ ചിലപ്പോൾ നടു താന്നൊക്കെ പോവും. നെക്സ്റ്റ് നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്യാം. എഗ്ഗ് ബീറ്റ് ചെയ്യാൻ ഞാൻ 4 മുട്ടയാണ് എടുത്തേക്കുന്നത്. 4 മുട്ട പൊട്ടിച്ചൊഴിക്കുക. പിന്നെ മുട്ട എടുക്കുമ്പോൾ നമ്മൾ പുതിയ മുട്ടയായിരിക്കണം. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച മുട്ട യൂസ് ചെയ്യരുത്. ഇൻ കേസ് ഇനി ഫ്രിഡ്ജിൽ ഇരിക്കുകയാണെങ്കിൽ തന്നെ ഒരു 1 അവർ എടുത്ത് പുറത്ത് വെച്ചിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ 4 എഗ്ഗ് പൊട്ടിച്ച് നമ്മുടെ ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഇനി ഇടേണ്ടത് പൗഡേർഡ് ഷുഗറാണ്. ഒരു കപ്പ് പൗഡേർഡ് ഷുഗറാണ് ഇടേണ്ടത്. ഇപ്പം ഞാനിപ്പോൾ സ്റ്റാൻഡ് മിക്സറിലായതുകൊണ്ടാണ് ഇത് ഒന്നിച്ചിടുന്നത്. ഇനി നിങ്ങൾ ബീറ്ററാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ആദ്യം എഗ്ഗ് ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആക്കിയിട്ട് വേണം ഷുഗർ ഇടാനായിട്ട്. അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ഇട്ട് നമുക്ക് ബീറ്റ് ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ ടിന്നൊക്കെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്യണം. അതേപോലെ തന്നെ അതിൻ്റെ കളർ മാറും. അതുപോലെ വോളിയം ഇൻക്രീസ് ആവും. ഇനി അതിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്യണത് ഓയിലാണ്. 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യണത്. അത് കഴിഞ്ഞ് നമ്മൾ റെഡ് വെൽവെറ്റ് ആയതുകൊണ്ട് കളർ ചേർക്കുകയാണ്. ഞാനിവിടെ ജെൽ കളറാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് സൂപ്പർ റെഡ് എന്ന് പറഞ്ഞൊരു കളറാണ്. ഇത് നല്ല കളർ കിട്ടും. ഞാനിപ്പോൾ ഒരു 5 ഡ്രോപ്പാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി ഒരു 1/4 കപ്പ് ഒരു ചെറിയ ചൂടുള്ള പാലും അങ്ങോട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. ഇനി ഈ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഈ പാലും ഓൾട്ടർനേറ്റീവായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുക. ഇത് കേക്കിൻ്റെ ബാറ്റർ താന്നൊന്നും പോവാണ്ട് പതിയെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി നമ്മളിത് ബേക്ക് ചെയ്യാൻ പോവുകയാണ്. ഇപ്പം ഞാൻ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 20 to 30 മിനിറ്റ്സ് ആണ് വെക്കണത്. ഒരു 30 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് പൊങ്ങി വരും. ഇപ്പം നമ്മുടെ കേക്ക് നല്ല ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. ഇതൊരു ബ്രൈറ്റ് ടു ബി കേക്കാണ്. ഞാനൊരു നോർമൽ ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. അതായത് ഷുഗർ സിറപ്പ് ഇട്ട് നന്നായിട്ട് വെറ്റ് ചെയ്തിട്ട് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷും അതേപോലെ സ്ട്രോബെറി ക്രഷും വെച്ചിട്ടുള്ള ഫില്ലിംഗ് ആണ് കൊടുക്കുന്നത്. ഒരു നോർമൽ ഫില്ലിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം റെഡ് വെൽവെറ്റ് കേക്ക് നമ്മൾ പല ടൈപ്പ് കണ്ടിട്ടുണ്ട്. നമുക്കറിയാം, നമുക്ക് റെഡ് വെൽവെറ്റ് കേക്ക് നമുക്ക് പല ടൈപ്പിൽ ഉണ്ടാക്കാം. നമുക്ക് ക്രംസ് ഇട്ട് ഉണ്ടാക്കാം. അതേപോലെ തന്നെ ക്രീം ചീസ് ഫില്ലിങ് കൊടുത്ത് ഉണ്ടാക്കാം. അതേപോലെ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് കൊടുത്ത് നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെ പല ടൈപ്പ് ഉണ്ടാക്കാം. ശരിക്കും റെഡ് വെൽവെറ്റ് കേക്ക് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റുള്ള ഒരു കേക്കാണ്. പിന്നെ കളറ് അധികം പ്രിഫർ ചെയ്യാത്തവർ ഒഴിവാക്കണമായിരിക്കും നല്ലത്. കാരണം റെഡ് വെൽവെറ്റ് കേക്കിന് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് കളർ ചേർക്കും. എന്നാലേ നമ്മൾ ആ സ്പോഞ്ചിന് ആ ഒരു ബേക്കായി വരുമ്പോൾ നല്ല കളറ് കിട്ടുള്ളൂ. അപ്പം നമ്മളിവിടെ ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ് ആദ്യം കേക്ക്. ഇതിപ്പോൾ ഞാൻ എപ്പോഴും ക്രം കോട്ട് ചെയ്ത് ഒരു 1 അവർ ഫ്രിഡ്ജിൽ വച്ചിട്ടാണ് ഇത് ഫൈനൽ കോട്ട് ചെയ്യാറുള്ളൂ. പ്രത്യേകിച്ച് റെഡ് വെൽവെറ്റ്. കാരണം റെഡ് കളർ ആയതുകൊണ്ട് ആ ഒരു ക്രംസ് ഇങ്ങനെ നമ്മൾ ലാസ്റ്റ് ക്രീമിൽ ഇങ്ങനെ അത് മിക്സ് ആവും. അതുകൊണ്ട് ഞാൻ എപ്പോഴും റെഡ് വെൽവെറ്റ് ക്രം കോട്ട് ചെയ്ത് ഒരു 1 അവറെങ്കിലും ഫ്രിഡ്ജിൽ വച്ചിട്ട് ഞാൻ ഫൈനൽ കോട്ട് ചെയ്യാറുള്ളൂ. ശരിക്കും അത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രോപ്പർ വേ. പിന്നെ നമുക്ക് ഇപ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് കൊണ്ടുപോകാനുള്ള കേക്കൊക്കെ ആണെങ്കിൽ നമ്മൾ എത്രത്തോളം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കുന്നോ അത്രത്തോളം സേഫാണ്. കാരണം കുറച്ചും കൂടെ ടൈം
ക്രീം മെൽറ്റ് ആവാണ്ടിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് നല്ലൊരു ഫിനിഷിങ്ങും കിട്ടും. അപ്പം നമ്മൾ റെഫറൻസ് പിക്ക് പോലെ തന്നെ നമ്മളിവിടെ ഡിസൈനൊക്കെ ചെയ്യുന്നുണ്ട്. ആദ്യം മേളിൽ ഒരു നോസിൽ ഡിസൈൻ ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ ഷുഗർ ബോൾസ് ഷുഗർ ബോൾസ് ഇടുകയാണ്. അതായത് പേൾ ഷുഗർ ബോൾസ് ഇടുകയാണ്. അപ്പം നമ്മൾ നമ്മുടെ ഫൈനൽ ഡിസൈൻസ് ഒക്കെ ചെയ്യാണ്. അപ്പോൾ ഞാനിത് കുറച്ചധികം നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഇപ്പം ഫ്രോസ്റ്റ് ചെയ്ത് പിറ്റേ ദിവസം വൈകുന്നേരമാണ് ഈ കേക്ക് ഡെലിവറി ചെയ്തത്. കാരണം ഇത് കുറച്ച് അധികം നേരം പുറത്തിരിക്കേണ്ട കേക്കായിരുന്നു. അപ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ചധികം നേരം ഇപ്പോൾ വെഡ്ഡിങ് കേക്കോ അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻ്റെ കേക്കൊക്കെ ആണെങ്കിൽ കുറച്ചധികം നേരം ഫ്രിഡ്ജിൽ വെക്കണേ നല്ലതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വന്നവരെ ബൈ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരും.